നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മോഹൻലാൽ ആരാധകർക്ക് ആഘോഷിക്കാൻ വീണ്ടും അവസരമൊരുങ്ങുകയാണ്. മോഹൻലാലിന്റെ 1 ഡസൻ ചിത്രങ്ങളാണ് അണിയറയിൽ റിലീസിന് ഒരുങ്ങുന്നത്. മലയാളത്തിൽ വേറെ ഒരു നടനും ഇത്രയും സിനിമകൾ റിലീസ് ചെയ്ത് പ്രേക്ഷകരെ തിയേറ്ററിൽ കയറ്റാൻ സാധിക്കില്ലെന്നാണ് മിക്കവരും അഭിപ്രായപ്പെടുന്നത്. മോഹൻലാലിന്റെ റിലീസ് ചിത്രങ്ങൾക്ക് തിയേറ്ററുകളിൽ ലഭിച്ച മികച്ച സ്വീകാര്യതയാണ് താരത്തിന്റെ പഴയ ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ അണിയറ പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച പോലെ തന്നെ ഗുരു, ഉദയനാണ് താരം, സമ്മർ ഇൻ ബേത്ലഹേം, നരൻ, തേന്മാവിൻ കൊമ്പത്ത് എന്നീ സിനിമകൾ ഉടൻ റിലീസ് ചെയ്യും. ഇതുകൂടാതെ റൺ ബേബി റൺ, ഹലോ, കാലാപ്പാനി, ആറാം തമ്പുരാൻ, ദേവാസുരം, നമ്പർ 20, മദ്രാസ് മെയിൽ, കാക്കക്കുയിൽ തുടങ്ങിയ സിനിമകളും ഉടൻ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. മോഹൻലാലിന്റേതായി മുൻപ് പുറത്തിറങ്ങിയ 4 റിലീസുകൾക്കും മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത്. സ്ഫടികം, മണിച്ചിത്രത്താഴ്, ദേവദൂതൻ, ചോട്ടാ മുംബൈ എന്നീ സിനിമകളാണ് ഇതിനു മുൻപ് പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമകൾ. ഈ 4 റിലീസുകൾക്കും വമ്പൻ വരവേൽപ്പാണ് ലഭിച്ചത്. ഭദ്രനൊരുക്കിയ സ്ഫടികം പുത്തൻ സാങ്കേതിക മികവോടെ തിരിച്ചെത്തിയപ്പോൾ ആദ്യ ദിനം 77 ലക്ഷമായിരുന്നു നേടിയത്. ഏകദേശം 4 കോടിയോളമാണ് ഈ സിനിമ റിലീസിൽ തിയേറ്ററിൽ നിന്നും വാരിക്കൂട്ടിയത്. ദേവദൂതനും മികച്ച അഭിപ്രായം തന്നെ രണ്ടാം വരവിൽ നേടി. 5.4 കോടിയാണ് ആഗോളതലത്തിൽ സിനിമയുടെ ഫൈനൽ കളക്ഷൻ. കൂടാതെ ഫാസിലിന്റെ സംവിധാനത്തിലൊരുങ്ങിയ മണിച്ചിത്രത്താഴ് 4.71 കോടിയാണ് റിലീസിൽ നേടിയത്. അതേസമയം ഇപ്പോൾ റിലീസ് ചെയ്ത രാവണപ്രഭു എറണാകുളം, കവിത, കോഴിക്കോട്, അപ്സര തുടങ്ങിയ തിയേറ്ററുകളിൽ 5ാം ദിവസവും നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിക്കുന്നത്. ഓരോ ഡയലോഗിനും പാട്ടുകൾക്കുമൊത്ത് ചുവട് വയ്ക്കുന്ന ആരാധകരുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധ നേടുകയാണ്.